ഒരു വെറൈറ്റി പുട്ടുണ്ടാക്കാന്ന് വെച്ചാൽ ചക്കപ്പുട്ട് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയ പുട്ടിൻ്റെ ഒരു ഇച്ചിരി മാവേ ഉള്ളൂ, പിന്നെ കുറച്ച് തേങ്ങ ഇതൊക്കെ ഉണ്ടാകും. അപ്പം ഞാൻ ഓർത്ത് അത് വെച്ചിട്ട് ഒരു ചക്കപ്പുട്ട് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ചക്ക ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ട് പഴുത്തൊക്കെയാണെ പുളിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിയും കൂടെ വരിയിട്ട് കൊടുക്കാം. ഫസ്റ്റ് ട്രൈ ആണ്, ഇങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നല്ലതാവാം, ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൊള്ളാത്തതാവാം. ഇനി കുറച്ച് ചക്ക ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, കുനുകുനാന്നരിയണേ. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവും കൂടി ഇട്ട് കൊടുക്കാം. മാവ് തീരെയില്ല, കുറവാണ്. നല്ലതല്ലെങ്കിൽ കൊള്ളൂലല്ലോ എന്നോർത്ത് ഇച്ചിരി മാവ് എടുത്ത്. അപ്പോൾ ഉള്ള മാവ് നമ്മൾ മാക്സിമം വടിച്ച് കോരിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ തേങ്ങയും ഇത്രയും ചക്കയും കൂടി ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നേരെ ഇത് പുട്ടുകുറ്റീൻ്റെ മുകളിലേക്ക് വെക്കുന്നു. ഇനി അതൊന്ന് ആവി കയറട്ടെ. ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കുത്തിയിടാം. ഇങ്ങനെ തന്നെ നല്ല ചക്കേൻ്റെ തേങ്ങയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ട്. പിന്നെ ഇത് പാത്രത്തിലേക്ക് നമുക്ക് തട്ടാം. മഞ്ഞയും വെള്ളയും നല്ല രസമുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഇച്ചിരി ചൂടോടെ കഴിച്ച് നോക്കാം. ഇവിടെ നിന്ന് കുറച്ച് ചക്കയിട്ട് നല്ല ചൂടാണ്. കുറച്ച് ചക്കയും കുറച്ച് തേങ്ങയും കുറച്ച് പുട്ടും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാവേ. എൻ്റെ ചക്ക ചെറുതായിട്ട് പഴുത്ത് വരുന്നതായതുകൊണ്ട് വലിയ മധുരമില്ല, പക്ഷെ കുഴപ്പമില്ല, സംഭവം കൊള്ളാം കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് രസമുണ്ട് കേട്ടോ. കുറച്ചും കൂടെ മധുരമുള്ള ചക്കയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നേനെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത്. രാവിലെയും പുട്ടും കപ്പക്കറിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് ഈ ചക്കപ്പുട്ടും പിന്നെ കപ്പക്കറിയും കൂടെ കഴിച്ചു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ഒന്ന് എടുത്ത് ട്രൈ ചെയ്തതാണേ. ലേശം കപ്പക്കറിയും പുട്ടും ചക്ക എല്ലാം കൂടെ മിക്സ് ചെയ്തു. വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ആവറേജ് ഇതിൽ നിൽക്കും. ഓക്കെ.